Namaskaram. Anil Balachandran, the salesman. Your price is too high. നിങ്ങളുടെ റേറ്റ് വളരെ കൂടുതലാണ്. ഒരു സെയിൽസുകാരൻ ഒരിക്കലും കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത വാക്കുകൾ. നമ്മൾ മാസങ്ങളോളം പ്രോസ്പെക്റ്റിംഗ് നടത്തി ദിവസങ്ങളോളം എടുത്ത് പുറകിന് നടന്നിട്ടായിരിക്കും നമുക്കൊരു അപ്പോയിൻമെൻറ്റ് കിട്ടുന്നത്. അങ്ങനെ വന്നിട്ട് ബ്യൂട്ടിഫുള്ളായിട്ട് പ്രസൻറ്റേഷനും കൊടുത്തതിന് ശേഷം കസ്റ്റമർ നമ്മളോട് പറയുകയാണ് പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടു, ബട്ട് യുവർ പ്രൈസ് ഈസ് ടു ഹൈ. വല്ലാത്ത വിഷമം തോന്നും നമുക്ക്. നമ്മളവിടെ വേണ്ടത് നമുക്ക് പ്രസൻസ് ഓഫ് മൈൻഡ് വേണം, നമ്മളുടെ മനസ്സാന്നിധ്യം അവിടെ വേണം. ആൻഡ് ആസ്ക് ദം എ ക്വസ്റ്റ്യൻ, സർ ആർ യു ടോക്കിംഗ് അബൌട്ട് പ്രൈസ് ഓർ കോസ്റ്റ്? സാറ് പറയുന്നത് പ്രൈസിനെ കുറിച്ചിട്ടാണോ കോസ്റ്റിനെ കുറിച്ചിട്ടാണോ? കസ്റ്റമർ ചിന്തിക്കാൻ തുടങ്ങും. പ്രൈസും കോസ്റ്റും, വാട്ട്സ് ദ ഡിഫറൻസ്? കസ്റ്റമർ ചിന്തിക്കും. സോ ഹിയർ വി സ്റ്റാർട്ട് അവർ പെൻ ആൻഡ് പേപ്പർ സ്ട്രാറ്റജി. ഇവിടെ നമ്മൾ ഉപയോഗിക്കാൻ പോവുകയാണ് ആ ക്ലോസിംഗ് മെത്തേഡിന് പറയുന്ന പേരാണ് പെൻ ആൻഡ് പേപ്പർ സ്ട്രാറ്റജി. പേര് പോലെ തന്നെ ഇവിടെ നമുക്ക് വേണ്ടത് ഒരു പേപ്പറും ഒരു പേനയുമാണ്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കിത് മനസ്സിലാവും. ഒരു കസ്റ്റമർ ഒരു കാർ ഷോറൂമിലേക്ക് കയറി വന്നു, എനിക്കൊരു കാർ വേണം എന്ന് പറഞ്ഞു. ആഫ്റ്റർ ഡെമോൺസ്ട്രേഷൻ എല്ലാം പറഞ്ഞതിന് ശേഷം നമ്മൾ അതിൻ്റെ പ്രൈസ് പറയുമ്പോൾ കസ്റ്റമർ പറയുകയാണ് യുവർ പ്രൈസ് ഈസ് ടു ഹൈ. ദെയർ വി സ്റ്റാർട്ട്, ടേക്ക് യുവർ പെൻ ആൻഡ് പേപ്പർ. യെസ് സർ, സാറ് പറഞ്ഞ കറക്റ്റാണ്. ഞങ്ങളെയും കോമ്പറ്റീറ്ററെയും കൂടെ നോക്കുമ്പോൾ ഞങ്ങളുടെ പ്രൈസ് കൂടുതൽ തന്നെയാണ്. ബട്ട് സീ ദിസ് എന്ന് പറഞ്ഞ് നമ്മൾ അവരുടെ ശ്രദ്ധ ആ പേപ്പറിലേക്ക് തിരിക്കുകയാണ്. നമ്മൾ എഴുതുന്നു നമ്മളുടെ വണ്ടിയുടെ പ്രൈസ്, നമ്മളുടെ കോമ്പറ്റീറ്റർ അതായത് കസ്റ്റമർ നമ്മളോട് പറഞ്ഞിരിക്കുന്ന വണ്ടിയുടെ പ്രൈസും എടുക്കുന്നു. തീർച്ചയായിട്ടും ഇത് തമ്മിൽ ഡിഫറൻസ് ഉണ്ട്, നമ്മളുടേത് കൂടുതൽ തന്നെയാണ്. ബട്ട് അതിന് താഴെ നമ്മൾ ഓരോന്നായിട്ട് എഴുതിയാണ് ഇതിൻ്റെ മെയിൻ്റനൻസ് ചാർജും ഇതിന് വേണ്ടിയിട്ട് വരുന്ന പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ അല്ലെങ്കിൽ ഇതിന് ഓരോ ഘട്ടങ്ങളിൽ അടുത്ത 5 വർഷത്തേക്ക് ഈ വണ്ടിയിൽ ഇവർ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ സ്പെൻഡ് ചെയ്യാൻ പോകുന്ന എമൗണ്ട്, അതിന് പറയുന്നതാണ് കോസ്റ്റ്. ഇത് എഴുതി താഴേക്ക് വരികയാണ്. ലെറ്റ്സ് സേ കുറച്ച് കഴിയുമ്പോഴത്തേക്കിന് ഈ പറഞ്ഞിരിക്കുന്ന ഒരു ഫിഗർ നമുക്ക് കിട്ടും. ഇതിൽ നിന്ന് നമ്മളെന്തെടുക്കും? ഓക്കെ സാർ, 5 വർഷത്തിന് ശേഷം സാർ ഈ വണ്ടി വിൽക്കുവാൻ തീരുമാനിക്കുന്നു. ദെൻ കംസ് ദ റീസെയിൽ വാല്യൂ, അതും കൂടെ എഴുതി കാണിക്കുക. നമുക്കിപ്പോൾ ഉണ്ടായിരിക്കുന്ന ടോട്ടൽ കോസ്റ്റിൽ നിന്ന് ആ റീസെയിൽ വാല്യൂ തിരിച്ച് കിട്ടുന്നതും കൂടെ എടുത്ത് മൈനസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ഫിഗർ കിട്ടും. സർ, ദിസ് ഈസ് ദ കോസ്റ്റ്. സർ, യു വെർ ടോക്കിംഗ് അബൌട്ട് ദ പ്രൈസ് ബട്ട് ദിസ് ഈസ് ദ കോസ്റ്റ്. സർ, നോക്കൂ സാർ, എല്ലാവർക്കും ഒരുപാട് പേർക്ക് ചിലപ്പോൾ ഞങ്ങളുടെ പ്രൈസ് വെച്ചിട്ട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റിയെന്നിരിക്കും. ബട്ട് നോ വൺ ക്യാൻ ബീറ്റ് അസ് ഓൺ അവർ കോസ്റ്റ്. സീ ദിസ് സർ. സർ, ഷോർട്ട് ടൈം അല്ല നോക്കേണ്ടത്, ലോങ് ടൈമിൽ നോക്കിയിട്ട് യു ഡിസൈഡ് സർ വെദർ യു ആർ ലുക്കിംഗ് ഫോർ എ ഗുഡ് പ്രൈസ് ഓർ എ കോസ്റ്റ്. ഇവിടെ നമ്മൾ നമ്മുടെ കസ്റ്റമറെ തിങ്കിങ്ങിലേക്ക് വിടുകയാണ്. അവർ ചിന്തിക്കാൻ തുടങ്ങും. യെസ്, ഹി വാസ് റൈറ്റ്, അവർ പറഞ്ഞത് കറക്റ്റാണ് എന്ന് കസ്റ്റമർ ചിന്തിക്കാൻ തുടങ്ങും. വി ആർ ഗിവിങ് ദം ഇൻസൈറ്റ്. അവർ കാണാത്ത ഉൾക്കാഴ്ച നമ്മൾ അവരെ കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ്? വി ആർ ഗ്രാബിങ് ദെയർ അറ്റൻഷൻ ആൻഡ് ദേ സ്റ്റാർട്ട് ട്രസ്റ്റിങ് യസ്. സെയിൽസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ട്രസ്റ്റിംഗ്, വിശ്വാസം. ഇത് അവർ ഞങ്ങളോട് പറഞ്ഞില്ല, അവർ മറച്ചു വെച്ചു എന്നുള്ള ഒരു ചിന്ത കസ്റ്റമറുടെ ഉള്ളിൽ നമ്മളുടെ കോമ്പറ്റീറ്ററെ കുറിച്ച് വരും. സോ യൂസ് ദിസ് closing method, pen and paper strategy if your price is too high. Thank you. Take care. Bye.